അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏഴാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അസ്സലവാത്തു നാഫില, സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ വിശകലനം ചെയ്യുന്നത്. നമുക്ക് വായിക്കാം. സ്വലാത്തുൻ നഫിലി ഹിയ അഫ്ളലുൻ നവാഫിലി. സുന്നത്ത് നിസ്കാരം സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. സുന്നത്തായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അത് സുന്നത്ത് നിസ്കാരമാണ്. ഫർളുകളിലെ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടിയാണ് സുന്നത്ത് നിയമമാക്കപ്പെട്ടത്. ഇപ്പൊ നമ്മുടെ ഫർളായ അമലുകളിലെ, ഫർളായ നിസ്കാരങ്ങളിലെ ഒക്കെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടിയാണ് എന്തത്, സുന്നത്തിനെ നിയമമാക്കപ്പെട്ടത്, ശർആക്കപ്പെട്ടത്. വഹുവ യഖൂമു ഫിൽ ആഖിറതി മഖാമ മാ ഫാത മിനൽ ഫറാഇലി ബിഅദിരിൻ കനിസിയാനിൻ വമാത ഖബ്ല തദക്കുരിഹി. മറവി പോലോത്ത എന്തെങ്കിലും കാരണം കൊണ്ട് ഫർള് നഷ്ടപ്പെടുകയും നമ്മളത് ഓർമ്മിക്കുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ പരലോകത്ത് സുന്നത്ത് ഫർളിന്റെ സ്ഥാനത്ത് നിൽക്കും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ, മറവി പോലോത്ത കാരണം കൊണ്ട് നമ്മൾ ഫർളായ ഒരു കാര്യം, നിസ്കാരം ചെയ്തു ഒഴിവാക്കിയാല്, മനഃപൂർവ്വമല്ല, മറന്നുകൊണ്ട്, മറവി കാരണം പോലത്തെ കാരണം കൊണ്ട് നിസ്കാരം ഒഴിവാക്കിയാൽ നമുക്കത് നഷ്ടപ്പെടണല്ലോ എന്ന് ഓർക്കുന്നതിന് മുമ്പ് നമ്മൾ മരണപ്പെടുകയും ചെയ്താൽ പരലോകത്ത് എന്ത് ചെയ്യും? ഈ സുന്നത്ത് ആ ഫർദിന്റെ സ്ഥാനത്ത് നിൽക്കും. നമ്മുടെ നഷ്ടപ്പെട്ട ഫർദ് ഉണ്ടല്ലോ, ആ ഫർദിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും? നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ നിൽക്കും. അപ്പൊ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കണം. നതദക്കറു സലവാത്തി നാഫിലത അല്ലതി ദറസ്ന ഫി സുഫൂഫിൽ മാളിയ. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സ്വലാത്തുൽ വിത്തിരി, വിത്ർ നിസ്കാരം, റവാത്തിബ്, റവാത്തിബ് സുന്നത്ത് നിസ്കാരം, സ്വലാത്തുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ നിസ്കാരം, സ്വലാത്തു തറാവീഹ്, തറാവീഹ് നിസ്കാരം തുടങ്ങിയവയാണ്. ഫനതഅല്ലമു ബഅദ നവാഫിൽ ഉഖ്റ. നമുക്ക് കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങളെ പഠിക്കാം. ഒന്നാമത്തത് സ്വലാത്തുൽ ദുഹ. വിത്തറിനെ കുറിച്ചും റവാത്തിബിനെ കുറിച്ചും പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചും തറാവീഹിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഒന്ന് സ്വലാത്തുൽ ദുഹ, ദുഹാ നിസ്കാരമാണ്. റവ ശൈഖാനി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ സിയാമി സലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹരിൻ വറകഅതൈ ദുഹ വന്നൂതിറ ഖബല അൻ അർഖുദ. റവ ശൈഖാനി, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ. എന്റെ സ്നേഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തു. എന്താണ് വസിയത്ത് ചെയ്തത്? സിയാമി സലാസതി അയ്യാമിൻ, സിയാമി സലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹരിൻ, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കൽ, വറകഅതി ദുഹ, 2 റക്അത്ത് ദുഹാ നിസ്കരിക്കാനും, അതുപോലെ വന്നൂതിറ ഖബല അൻ അർഖുദ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാനും. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? വിത്ർ നിസ്കരിക്കാനും, എല്ലാ മാസവും 3 ദിവസം നോമ്പൊൽക്കാനും, അതുപോലെ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കാനും എന്നോട് എന്റെ സ്നേഹിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഓക്കെ, ഇനി വഖ്തു ദുഹ വ അദദു റക്അഅതിഹ. ദുഹാ നിസ്കാരത്തിന്റെ സമയവും അതിന്റെ റക്അത്തുകളാണ് പറയുന്നത്. അൽ വഖ്തു, ദുഹന്റെ സമയം എപ്പോഴാണ്? മിൻ ഇർതിഫാഇ ശംസി ഇലാ സവാലിഹ, സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ അത് നീങ്ങുന്നത് വരെയാണ്. സൂര്യൻ ഉദിച്ചുയർന്ന് അത് നീങ്ങുന്നത് വരെയാണ് ദുഹാ നിസ്കാരത്തിന്റെ സമയം. അൽ അദദുൽ അഖൽ, ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും കുറഞ്ഞ റക്അത്ത് എത്രയാണ്? റക്അത്താനി, 2 റക്അത്താണ്. അൽ അദദുൽ അക്സർ, ഏറ്റവും കൂടിയ റക്അത്ത് എത്രയാണ്? അധികരിച്ച റക്അത്ത് എത്രയാണ്? സമാനി റക്അത്തിൻ, 8 റക്അത്താണ്. അൽ ഖിറാഅത്തുൽ മുസ്തഹബ, ഈ ദുഹാ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തു ഷംസും സൂറത്തുൽ ദുഹയും, അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും. ഇനി രണ്ടാമത്തത് തഹിയ്യത്തുൽ മസ്ജിദ്, തഹിയ്യത്ത് നിസ്കാരമാണ്. വഹിയ സുന്നത്തുൽ ലിമൻ ദഖലൽ മസ്ജിദ വഖ്തുഹ ഇലൽ ജുലൂസി. വഹിയ സുന്നത്തുൻ, ഈ തഹിയ്യത്ത് നിസ്കാരം സുന്നത്താണ്. ലിമൻ ദഖലൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിക്കുന്നവന് തഹിയ്യത്ത് നിസ്കാരം എന്താണ്? സുന്നത്താണ്.
വക്തുഹ ഇലൽ ജുലൂസി. ആ നിസ്കാരത്തിന്റെ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? അത് ഏതുവരെയാണ്? ഇൽ ജുലൂസി, ഇരിക്കുന്നത് വരെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ വുളൂ എടുത്ത് പള്ളിയിൽ കയറിയാൽ അവൻ ഇരിക്കുന്നതിന് മുമ്പ് ഈ നിസ്കാരം നിസ്കരിക്കണം എന്നാണ്. ഇരുന്നാലും നിസ്കാരം ഖളായിപ്പോയി. അപ്പൊ എന്ത് ചെയ്യണം? ആരെങ്കിലും വുളൂ എടുത്ത് പള്ളിയിൽ കയറി ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹിയ്യത്ത്. അതിന്റെ സമയം ഏതുവരെയാണ്? ഇരിക്കുന്നത് വരെയാണ്. ഓക്കെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ എന്ത് ചെയ്യരുത്? 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഇരിക്കരുത്. ഇരുന്നാൽ എന്ത് ചെയ്യും? ആ തഹിയ്യത്ത് നിസ്കാരം ഖളായി പോകും, സുന്നത്തായ നിസ്കാരം ഖളായി പോകും. തഹിയ്യത്തു ദാഖിലി ഫിൽ മസ്ജിദിൽ ഹറാമി ഹിയ തവാഫു ബിൽ കഅബത്തി. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നവന്റെ തഹിയ്യത്ത് ഏതാണ്? അത് കഅബ തവാഫ് ചെയ്യലാണ്, അല്ലാതെ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കലല്ല. അപ്പൊ ഒരാൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ അവന്റെ തഹിയ്യത്ത് എന്താണ്? കഅബ തവാഫ് ചെയ്യുക എന്നതാണ്. പള്ളിയിലാണെങ്കിലോ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കലാണ്. ഇനി മസ്ജിദുൽ ഹറാമിലാണെങ്കിൽ കഅബ തവാഫ് ചെയ്യലാണ്. യുക്റഹു തർക്കു തഹിയ്യത്തി ബിലാ ഉദ്രി. കാരണം കൂടാതെ തഹിയ്യത്ത് ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. ഒരു കാരണമില്ലാതെ നേരെ പോയിരുന്നു അല്ലെങ്കിൽ നിസ്കരിക്കാതെ എന്ത് ചെയ്തു അവിടെ പോയിരുന്നാൽ അത് കറാഹത്താണ്. ഇദാ ഖറബ വഖ്തു സ്വലാത്തി അൽ മഫ്റൂളത്തി ജമാഅത്തൻ യന്തളിറുഹ ഖായിമ. ഇദാ ഖറബ, ഫർള് നിസ്കാരത്തിന്റെ സമയം അടുത്തായാൽ, ഒരു ഫർളായ നിസ്കാരത്തിന്റെ ജമാഅത്തായുള്ള ഫർളായ നിസ്കാരത്തിന്റെ സമയം അടുത്തായാൽ യന്തളിറുഹ ഖായിമൻ, നിന്നുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ആ നിസ്കാരത്തെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. തുക്റഹു സ്വലാത്തു തഹിയ്യത്തി ലി ഖതീബിൻ ദഖല വഖ്തുൽ ഖുതുബത്തി വലി ദാഖിലുൽ മസ്ജിദിൽ ഹറാമി ഖാസിദൻ അത്തവാഫ. എന്താ പറഞ്ഞത്? ഖുതുബ സമയത്ത് പള്ളിയിൽ പ്രവേശിക്കുന്ന ഖതീബ്, വെള്ളിയാഴ്ച ഖുതുബക്ക് വേണ്ടി പള്ളിയിൽ കയറിയ ഖതീബിനും അതുപോലെ തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച ആൾക്കും എന്താണ്? തഹിയ്യത്ത് നിസ്കാരം കറാഹത്താണ്. പള്ളിയിൽ ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ഖതീബ് വരുന്ന സമയത്ത് ഖതീബിന് അവിടെ എന്താണ്? നിസ്കാരം തഹിയ്യത്ത് നിസ്കാരം എന്താണ്? കറാഹത്താണ്. അതുപോലെ മസ്ജിദുൽ ഹറാമിലേക്ക് തവാഫ് ഉദ്ദേശിച്ച് വന്ന ആൾക്ക് അവിടെ ഉദ്ദേശം എന്താണ്? തവാഫ് ചെയ്യലാണ്. അങ്ങനത്തെ ഒരാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. മല്ലം യസ്തി സ്വലാത്ത് തഹിയ്യത്തി യുസന്നു അൻ യഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി 4 മറാത്തിൻ. ഇനി ഒരാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ സാധ്യമായില്ല, ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമല്ല, അങ്ങനെയാണെങ്കിലോ പൊതുവിന് ജമാഅത്തിന് സമയമാണെങ്കിൽ യുസന്നു, അവന് സുന്നത്താണ് യഖൂല പറയല് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് 4 പ്രാവശ്യം ചൊല്ലൽ എന്താണ്? സുന്നത്താണ്. ഓക്കെ. അതിന്റെ സ്ഥാനത്ത് നിൽക്കും, ആ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് ഈ ദിക്ർ നിൽക്കും. ഇനി തദ്രീബാത്ത് അജീബ് ഉത്തരം എഴുതാനാണ്. ലിമ ശുരിഅൻ നഫ്ലു. സുന്നത്ത് നിസ്കാരം എന്തിനാണ് ശറഅാക്കപ്പെട്ടത്, നിയമമാക്കിയത്? എന്തുകൊണ്ടാണ്? ഉത്തരം ഇവിടെ പറയുന്നുണ്ട്. ശുരിഅൻ നഫ്ലു ലിയുക്മില നഫ്സൽ ഫറാഇദി. ഫർള് നിസ്കാരങ്ങളിലെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടിയാണ് സുന്നത്ത് നിസ്കാരം നിയമമാക്കിയത്, ശറഅാക്കപ്പെട്ടത്. 2. മാ അഖല്ലു സ്വലാത്തി ളുഹ വമാ അക്സറുഹ. ളുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് എത്ര റക്അത്താണ്? ഏറ്റവും അധികരിച്ചത് എത്രയാണ്? ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തും ഏറ്റവും അധികരിച്ചത് 8 റക്അത്തുമാണ്. 3. മാതാ യഖൂലു മല്ലം യസ്തിഅ സ്വലാത്തു തഹിയ്യത്തി. തഹിയ്യത്ത് നിസ്കരിക്കാൻ സാധിക്കാത്ത ആള് എന്താണ് പറയേണ്ടത്? നമ്മൾ അവസാനം പറഞ്ഞു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയിൽ അതിനോട് 4 മറാത്തി 4 പ്രാവശ്യം ചെല്ലണം. രണ്ടാമത് പൂരിപ്പിക്കാനാണ്. വഖ്തു സ്വലാത്തി ളുഹ മിൻ ഡാഷ് ഇല ഡാഷ്. ളുഹാ നിസ്കാരത്തിന്റെ സമയം ഏത് മുതലാണ്? മിൻ ഇർത്തിഫാഇ ഷംസി, സൂര്യൻ ഉദിച്ചേറുന്നത് മുതൽ ഇലാ സവാലിഹ, അത് നീങ്ങുന്നത് വരെയാണ്. 2. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ ഡാഷ് ഹത്താ ഡാഷ് റക്അതൈനി. ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ്, ഇരിക്കരുത്, ഹത്താ ഇതുവരെ യുസല്ലി റക്അതൈനി, 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പള്ളിയിൽ കയറിയാൽ ഇരിക്കരുത്. ഇനി അന്നഷാത്തു തത്ബീഖി. ഇനി ഇവിടെ സുന്നത്ത് നിസ്കാരത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിന്റെ വഖ്ത് എഴുതാനാണ്, അതുപോലെ റക്അത്തുകളുടെ എണ്ണം എഴുതാനാണ്. അഖൽ ഏറ്റവും ചുരുങ്ങിയതും അക്സറും ഏറ്റവും അധികരിച്ചതും. ളുഹ അതിന്റെ സമയം എപ്പോഴാണ്? മിൻ ഇർത്തിഫാഇ ഷംസി ഇല സവാരി, നമ്മൾ നേരത്തെ പറഞ്ഞു.
പിന്നെ ഏറ്റവും ചുരുങ്ങിയ എത്ര റക്കാത്താണ്? 2 റക്കാത്ത്. അധികരിച്ചത് 8 റക്കാത്ത്. തഹിയ്യത്തോ? തഹിയ്യത്ത് സമയം എപ്പോഴാണ്? ഇന്ദ ദുഖുൽ മസ്ജിദി, പള്ളിയിൽ പ്രവേശിച്ച സമയത്താണ് അതിന്റെ നിസ്കാരം. നിസ്കരിക്കേണ്ട സമയം ഏതുവരെയാണ്? ഇരിക്കുന്നത് വരെയാണ്. റക്കാത്തോ? 2 റക്കാത്താണ്. ഓക്കെ, വേഗം വളരെ നല്ല രീതിയിൽ പഠിക്കുക. അള്ളാഹു തആല നല്ല ഹിഫ്ള് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.